ഹായ് ഡിയേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ പറയാറില്ലേ, നീ പോകുന്നതാണ് നല്ലത്, നീ അത് ചെയ്യുന്നതാണ് നല്ലത്, നീ അത് വാങ്ങുന്നതാണ് നല്ലത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താണെന്നറിയോ? ബെറ്റർ എന്നുള്ള ഒരു കുഞ്ഞു വേർഡ് മാത്രം ഓർത്ത് വെച്ചാൽ കേട്ടോ. ബെറ്റർ, നല്ലത് എന്നാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ ബെറ്റർ എന്നുള്ള വേർഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതുപോലുള്ള സെന്റൻസുകളൊക്കെ പറയാമെന്നുള്ളത് നോക്കി. ഇപ്പോൾ ഞാനൊരു 4-5 സെന്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസ്, നീ പോകുന്നതാണ് നല്ലത്, നീ വാങ്ങുന്നതാണ് നല്ലത്, നീ ചെയ്യുന്നതാണ് നല്ലത്, നീ വരുന്നതാണ് നല്ലത്, നീ ഇത് കഴിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ബെറ്റർ എന്നുള്ള ഒരു വേർഡ് വെച്ചിട്ട് നമുക്ക് പറയാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമാണ്. നീ പോകുന്നതാണ് നല്ലത്. ഇവിടെ സബ്ജക്റ്റ് നീ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യു എന്നെടുക്കൂലേ. ഇനിയാണ് നമ്മൾ ബെറ്റർ ആഡ് ചെയ്യുന്നത് കേട്ടോ. യു ബെറ്റർ. ഓക്കെ, യു ബെറ്റർ. ഓക്കെ, യു ബെറ്റർ. ഇനി പോകുന്നതാണ് നല്ലത് അല്ലേ. പോകുക എന്നുള്ളത് എന്താണ്? ഗോ എന്നുള്ളതാണ് അല്ലേ. പോകുക എന്നുള്ളത് ഗോ. അതേപോലെ നമ്മൾ എടുത്തിട്ട് കേട്ടോ. യു ബെറ്റർ ഗോ. നീ പോകുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബെറ്റർ എന്നുള്ള വേർഡ് എടുത്തിട്ട് എന്നിട്ട് വേർഡിനെ അതേപോലെ എടുത്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, നെക്സ്റ്റ് വൺ, നീ വാങ്ങുന്നതാണ് നല്ലത്. ഇതെങ്ങനെ പറയാം? ഇവിടെയും സബ്ജക്റ്റ് നീ എന്നുള്ളതാണ്. അപ്പൊ യു ബെറ്റർ. വാങ്ങുക എന്നുള്ള വേർബ് എന്താണ്? ബൈ എന്നല്ലേ. അപ്പൊ യു ബെറ്റർ ബൈ. ഓക്കെ, നീ വാങ്ങുന്നതാണ് നല്ലത്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്, നീ ചെയ്യുന്നതാണ് നല്ലത്. അതെങ്ങനെ പറയാം? യു ബെറ്റർ ചെയ്യുക. ചെയ്യുക എന്നുള്ളത് എന്താണ്? ഡു. വേർബ് ഡു ആണ്. യു ബെറ്റർ ഡു. നീ ചെയ്യുന്നതാണ് നല്ലത്. നെക്സ്റ്റ്, നീ വരുന്നതാണ് നല്ലത്. വരിക എന്നുള്ള വേർബ് എന്താണ്? കം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ പറയാം? യു ബെറ്റർ കം. എളുപ്പല്ലേ? യു ബെറ്റർ കം. നീ വരുന്നതാണ് നല്ലത്. ഓക്കെ, യു ബെറ്റർ കം. നീ വരുന്നതാണ് നല്ലത്. നീ ഇത് കഴിക്കുന്നതാണ് നല്ലത്. ഇതെങ്ങനെ പറയാം? യു ബെറ്റർ ഈറ്റ് ദീസ്. നീ ഇത് കഴിക്കുന്നതാണ് നല്ലത്. ഓക്കെ, യു ബെറ്റർ ഈറ്റ് ദീസ്. നീ ഇത് കഴിക്കുന്നതാണ് നല്ലത്. യു ബെറ്റർ ഈറ്റ് ദീസ്. നീ ഇത് കഴിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സെന്റൻസുകളൊക്കെ എന്താണ്? പോസിറ്റീവ് സെന്റൻസുകളാണ്. ഒക്കെ നല്ലത്, അത് ചെയ്യുന്നതാണ് നല്ലത് എന്നാണല്ലോ നമ്മൾ പറഞ്ഞതില്ലേ. ഇനി ഇതിന്റെ നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ട്. അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നമ്മൾ പറയാറില്ലേ. ഇതെങ്ങനെ പറയാം? വളരെ എളുപ്പമാണ് കേട്ടോ. നീ പോകുന്നതാണ് നല്ലത്. ഇതിന്റെ നെഗറ്റീവ് എന്താണ്? നീ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നല്ലേ. അപ്പൊ ഇതെങ്ങനെ പറയാം? യു ബെറ്റർ നോട്ട് ഗോ. യു ബെറ്റർ നോട്ട് ഗോ. ഇവിടെ നമ്മളൊരു നോട്ട് ചേർത്താൽ മതി കേട്ടോ. യു ബെറ്റർ നോട്ട് ഗോ. നീ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നായിട്ടോ. നെക്സ്റ്റ്, നീ വാങ്ങുന്നതാണ് നല്ലത്. ഇതിന്റെ നെഗറ്റീവ് എന്താണ്? നീ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്നല്ലേ. അപ്പോ യു ബെറ്റർ നോട്ട് ബൈ. യു ബെറ്റർ നോട്ട് ബൈ. നീ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ് സെന്റൻസ്, നീ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നീ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നല്ല നെഗറ്റീവ്. അപ്പൊ യു ബെറ്റർ നോട്ട് ഡു. യു ബെറ്റർ നോട്ട് ഡു. നീ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ്, നീ വരുന്നതാണ് നല്ലത്. നീ വരാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ എങ്ങനെ പറയാം? യു ബെറ്റർ നോട്ട് കം. യു ബെറ്റർ നോട്ട് കം. നീ വരാതിരിക്കുന്നതാണ് നല്ലത്. നീ ഇത് കഴിക്കുന്നതാണ് നല്ലത്. നീ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. യു ബെറ്റർ നോട്ട് ഈറ്റ് ദീസ്. യു ബെറ്റർ നോട്ട് ഈറ്റ് ദീസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ എളുപ്പല്ലേ. അപ്പൊ എളുപ്പമുള്ള ഒരു ടൈപ്പ് സെന്റൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞൂലേ. ഓക്കെ, അപ്പൊ നമ്മൾ ബെറ്റർ എന്നുള്ള വേർഡ് മാത്രം ഓർത്ത് വെക്കാം. നീ ഇത് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയാനായിട്ട്. അതേപോലെ തന്നെ നെഗറ്റീവ് സെന്റൻസ് നമുക്ക് ബെറ്റർ നോട്ട് ചേർത്താൽ കിട്ടും. ഓക്കെ, എളുപ്പല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയല്ലോ ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. Bye.